അധ്യായം 15 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. യൂദായുടെ ഓഹരി. യൂദാ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ലഭിച്ച ഓഹരി തെക്ക് സിൻ മരുഭൂമിയുടെ തെക്കേ അറ്റമായ ഏദോം അതിർത്തി വരെ വ്യാപിച്ചു കിടക്കുന്നു. അവരുടെ തെക്കേ അതിർത്തി ഉപ്പുകടലിൻ്റെ തെക്കോട്ട് നീണ്ടുകിടക്കുന്ന ഉൾക്കടലിൽ ആരംഭിക്കുന്നു. അത് അക്രാബിമിൻ്റെ കയറ്റത്തിലൂടെ തെക്കോട്ട് ചെന്ന് സിനിലേക്ക് കടന്ന് കാദേശ് ബർണയായുടെ തെക്കു ഭാഗത്തുകൂടി ഹെസ്രോണിലൂടെ അദാറിലെത്തി കർക്കായിലേക്ക് തിരിയുന്നു. അവിടെ നിന്ന് അസ്മോൺ കടന്ന് ഈജിപ്ത് തോടുവരെ ചെന്ന് കടലിൽ അവസാനിക്കുന്നു. ഇതായിരിക്കും നിങ്ങളുടെ തെക്കേ അതിർത്തി. ജോർദാൻ നദീമുഖം വരെയുള്ള ഉപ്പുകടലായിരിക്കും നിങ്ങളുടെ കിഴക്കേ അതിർത്തി. വടക്കേ അതിർത്തി ജോർദാൻ നദീമുഖത്തുള്ള ഉൾക്കടലിൽ നിന്നാരംഭിക്കുന്നു. അത് ബേത്ത്ഹോഗ്ലായിലൂടെ പോയി അരാബായുടെ വടക്കുകൂടെ കടന്ന് റൂബന്റെ മകൻ ബോഹാന്റെ ശില വരെ പോകുന്നു. തുടർന്ന് ആഖോർ താഴ്വരയിൽ നിന്ന് ദബീർ വരെ പോയി വടക്കോട്ട് ഗിൽഗാലിലേക്ക് തിരിയുന്നു. താഴ്വരയുടെ തെക്ക് വശത്തുള്ള അതുമ്മിം കയറ്റത്തിന്റെ എതിർവശത്താണ് ഗിൽഗാൽ അതിർത്തി. എൻഷമേഷ് ജലാശയത്തിലൂടെ കടന്ന് എൻ റോഗലിൽ എത്തുന്നു. അവിടെ നിന്ന് അത് ജബൂസ്യ മലയുടെ ജെറുസലേമിൻ്റെ തെക്കേ അറ്റത്ത് ബെൽഹിന്നോം താഴ്വര വരെ പോകുന്നു. പിന്നീട് ഹിന്നോം താഴ്വരയുടെ മുൻപിൽ പടിഞ്ഞാറോട്ടും റഫായീം താഴ്വരയുടെ അടുത്ത് വടക്കോട്ടും ഉള്ള മലമുകളിലേക്ക് കയറുന്നു. വീണ്ടും അത് മലമുകളിൽ നിന്ന് നെഫ്തോവ അരുവികൾ വരെയും അവിടെ നിന്ന് എഫ്രോൺ മലയിലെ പട്ടണങ്ങൾ വരെയും അവിടെ നിന്ന് ബാലായിലേക്ക്, അതായത് കിരിയാത്ത് യെയാറിമിലേക്ക് വളഞ്ഞു പോകുന്നു. ബാലായുടെ പശ്ചിമ ഭാഗത്തുകൂടി കടന്ന് സെയിർ മലയിലെത്തി യെയാറിം മലയുടെ കെസലോണിൻ്റെ വടക്ക് ഭാഗത്തുകൂടെ കടന്ന് ബത്ഷമേഷിലേക്ക് ഇറങ്ങി തിമ്നായിലൂടെ നീങ്ങുന്നു. അത് എക്രോണിന്റെ വടക്കുള്ള കുന്നിൻ പ്രദേശങ്ങളിലൂടെ ചെന്ന് ഷിക്കറോൺ ചുറ്റി ബാലാമലയിലൂടെ കടന്ന് യാബ്നേലിൽ എത്തി സമുദ്രത്തിൽ വന്ന് അവസാനിക്കുന്നു. പടിഞ്ഞാറേ അതിർത്തി മഹാസമുദ്രവും അതിൻ്റെ തീരപ്രദേശവുമാണ്. യൂദാ ഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ലഭിച്ച അവകാശത്തിനു ചുറ്റുമുള്ള അതിർത്തിയാണിത്. കർത്താവിൻ്റെ വചനം.